അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിഷു ചന്തയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഏതായാലും നമുക്ക് എല്ലാവർക്കും ഏറ്റവും ആഘോഷത്തോടെ അടിച്ചു പൊളിച്ച് വിഷു ആഘോഷിക്കാം. കമലേഷ് തന്നെയല്ലേ വരുന്നത് നമ്മളോടൊപ്പം? അതെ, കമലേഷ് കൂടെ ഉണ്ട് വിഷു ആഘോഷിക്കാൻ. അപ്പോൾ കമലേഷ്, വിഷു ആഘോഷിക്കാം, കീശ കാലിയാകില്ല, അതാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. സപ്ലൈകോയുടെ വിഷു മേളകളുണ്ട്. ഒപ്പം തന്നെ ഇതാ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ വകുപ്പിന്റെ വിഷു ഈസ്റ്റർ ചന്തകൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്, ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എത്ര ശതമാനം വിലക്കുറവൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്? എത്ര ഇടങ്ങളിലാണ് ചന്തകൾ നടക്കുക? മനു, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ, അതായത് LDF സർക്കാർ വന്നതിന് ശേഷം അതിനു മുൻപ് എല്ലാം തന്നെ ഈ വിഷു LDF സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വിപണിയിൽ വലിയൊരു ഇടപെടൽ, അതായത് വലിയ വിലക്കുറവിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഉത്സവ സീസണുകൾ ആവുന്ന സമയത്ത് വലിയ വിപണി ഇടപെടൽ ഈ സപ്ലൈകോയുടെ ഭാഗമായിട്ടും ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇക്കുറിയും വലിയ ഒരു ഇടപെടൽ നടത്തുന്നത് സപ്ലൈകോ വഴി. അതുപോലെ തന്നെ വലിയ, അതായത് ജില്ലാ കേന്ദ്രങ്ങൾ 14 ജില്ലാ കേന്ദ്രങ്ങളിലടക്കം മറ്റ് സപ്ലൈകോയിലെ 156 കേന്ദ്രങ്ങളിലടക്കം വലിയ വിലക്കുറവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള വിപണി ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 10% മുതൽ 35% വരെ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയും. ഏതായാലും വിഷു അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വിഷുവും ഈസ്റ്ററും ഒക്കെ തന്നെ അടുക്കുകയാണ്. വലിയ നിലയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആഘോഷം ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടി വിപണിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്, നിരവധിയായ സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ വലിയ നിലയിൽ മനു വിനിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കീശ കാലിയാകാതെ ചെറിയ കാശ് കൊടുത്ത് നമുക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടൽ തന്നെയാണ് LDF സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അവശ്യ സാധനങ്ങൾ, അതായത് 13ഓളം നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ, നമുക്ക് ഏറ്റവും പ്രധാനമായും നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്കാണ് ഈ വിലക്കുറവ് വരുത്തിയിട്ടുള്ളത്, വിലക്കുറവ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇക്കുറി വിഷു ആയാലും ഈസ്റ്റർ ആയാലും വലിയ നിലയിൽ കീശ കാലിയാകാതെ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് വലിയൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. 14 ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള ഈ വിഷു ഈസ്റ്റർ വിപണികൾ തുറക്കുകയാണ്. വലിയ നിലയിൽ വിലക്കുറവ് നൽകിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ 10% മുതൽ 35% വരെ, അതായത് സാധാരണ മറ്റ് വിപണിയിലെ വില വെച്ച് നോക്കുമ്പോൾ ഈ വിഷു വിപണി സർക്കാർ ഒരുക്കുന്ന വിപണിയിലെ വില എന്ന് പറയുന്നത് വളരെ കുറവാണ്. 10% മുതൽ 35% വരെ ഈ 13 ഇനങ്ങൾക്കും വിലക്കുറവ് നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിപണി ഇടപെടലിലൂടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 21-ാം തീയതി വരെ, അതായത് ഇന്നു മുതൽ ഈ മാസം 21-ാം തീയതി വരെയും ഈ വിപണി സജീവമായി സംസ്ഥാനത്തെ 170ഓളം കേന്ദ്രങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. മനു, ശരി, അത് വളരെ പ്രധാനപ്പെട്ടതാണ് സർക്കാരിൻ്റെ ഇടപെടൽ.